ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൊച്ചിയിൽ നിന്ന് ഇന്ന് വിമാന സർവീസുകൾ പുനരാരംഭിക്കുകയാണ്. 3 സർവീസുകൾ നടത്തും. പക്ഷേ അത് UAE-യിലേക്കല്ല. ഒമാൻ എയർവേസ് മസ്കറ്റിലേക്കും സൗദി എയർലൈൻസ് ജിദ്ദയിലേക്കും സർവീസ് നടത്തുന്നുണ്ട് എന്നുള്ളൊരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ സൗദിയിലേക്ക് പോകുന്നതിന് തടസ്സമില്ല, ഒമാനിലേക്ക് പോകുന്നതിനും തടസ്സമില്ല. പക്ഷേ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടത്ര സർവീസുകൾ ഇന്നും ഓപ്പൺ ചെയ്തിട്ടില്ല. അർജുൻ മട്ടന്നൂർ, ഗൾഫ് രാജ്യങ്ങളിൽ ഒമാനിലേക്കും സൗദിയിലേക്കുമുള്ള യാത്രയ്ക്ക് വേണ്ടുന്ന വിമാന സർവീസുകളുണ്ട്. പക്ഷേ കുവൈറ്റിലേക്കോ ബഹ്റിനിലേക്കോ UAE-യിലേക്കോ ഖത്തറിലേക്കുള്ള യാത്രകൾക്ക് വേണ്ടിയുള്ള സർവീസുകൾ ഇന്നും ഉണ്ടാവില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അർജുൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഗൾഫ് മേഖലയിലേക്ക് കൊച്ചിയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിമാന സർവീസുകൾ ഒന്നും തന്നെ പുനരാരംഭിച്ചിട്ടില്ല. ഇന്നലെയും സമാനമായ സാഹചര്യമായിരുന്നു. ഇന്ന് ആകെ 3 സർവീസുകൾ മാത്രമാണ് ഗൾഫ് മേഖലയിലേക്ക് നിലവിൽ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് രാവിലെ 8:10 ഉള്ള വിമാനമാണ്. 8:10 ഒമാൻ എയർവേസ് മസ്കറ്റിലേക്ക് സർവീസ് നടത്തും. അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് 2:25 മറ്റൊരു ഒമാൻ എയർവേസ് മസ്കറ്റിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ രാവിലെ 11:30 ജിദ്ദയിലേക്കാണ് മറ്റൊരു സർവീസ്. ഇത് സൗദി എയർലൈൻസ് ആണ് സർവീസ് നടത്തുക. ഏതാണ്ട് കൊച്ചിയിലേക്ക് എത്തേണ്ട 37ഓളം സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇന്നലെയും സമാനമായ സാഹചര്യമായിരുന്നു. ഇന്നും ഈ പ്രതിസന്ധി തുടരുകയാണ്. എന്തായാലും യാത്രക്കാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നതാണ് ഈ എയർലൈൻ കമ്പനികൾ അറിയിക്കുന്ന വിവരം.